ഒരു 7:30 മണിയായപ്പോൾ ചേട്ടൻ പറഞ്ഞു റെഡി ആയിക്കോ. അപ്പം എൻ്റെ മനസ്സിൽ ലഡ്ഡു അങ്ങ് പൊട്ടി. കാരണം രാത്രിയിലൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത് അതിൻ്റെ സന്തോഷ ത്രില്ലിലായിരുന്നു ഞാൻ. അങ്ങനെ നേരെ കാറിൽ കയറി, ഓരോരുത്തരായിട്ട് കയറി. മോനാണ്, ചെറിയ ആളാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നതോ വിശാലമായ ഐഡ ഹോട്ടലിലോട്ട്. ഇവിടെ വെച്ചാണ് ചേട്ടൻ്റെ ഒരു പ്രാവശ്യത്തെ ബർത്ത്ഡേ പാർട്ടി നടത്തിയത്. ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ നമ്മൾക്ക് കോട്ടയത്തുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ എല്ലാവരും മത്സരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു, ഓർഡർ ചെയ്യുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത് ലാത്തിരി പൂത്തിരി മുന്തിരിച്ചപ്പോൾ കമ്പിത്തിരി മത്താപ്പോ എന്തൊക്കെയോ കൊണ്ടുവച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുന്നു. എനിക്ക് വലിയ വിശപ്പാർക്കും ഇല്ലായിരുന്നു കേട്ടോ, ഉള്ള കാര്യം പറയുമായിരുന്നു. പിന്നെ കഴിച്ചു. അങ്ങനെ എൻ്റെ ഹെയർ സ്റ്റൈലും കൂടെ നിങ്ങൾ നോക്കിക്കേ.